ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കുറച്ച് മൈദ എടുത്ത് അതിലേക്ക് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്യാം. വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. ഇപ്പം മൈദ എടുക്കുന്നതും ഉപ്പിടുന്നതും വെള്ളം ഒഴിക്കുന്നതൊക്കെ അതൊക്കെ ഓരോ കൈക്കണക്കാണ് കേട്ടോ. ഇത്ര വെള്ളം അങ്ങനെയൊന്നുമില്ല, കൈക്കണക്കാണ് എല്ലാനും, അളവിനൊന്നുമല്ല കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് നല്ല കട്ടകളൊക്കെ ഉടച്ച് മിക്സാക്കിയിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടി വെക്കുക. അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് അവിടെ വെക്കുക. തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക. എന്നിട്ടൊരു പാൻ വെച്ച് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഈ മാവ് ഒഴിച്ച് പരത്തി കൊടുക്കുക. അതൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഒരു വശം റെഡിയായി വരുമ്പോൾ തിരിച്ചിട്ടിട്ട് ലേശം വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും തിരിച്ചിടുക. വീണ്ടും ഒന്നും കൂടെ തിരിച്ചിട്ടിട്ട് അതിനകത്തേക്ക് ഈ തേങ്ങയും പഞ്ചസാരയും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഒരു വശത്ത് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു വശത്ത് മാത്രം ഇട്ട് കൊടുക്കുക. അത് മടക്കാനുള്ളതാണ്, മറുവശം മടക്കാനുള്ളതാണ്. അപ്പോൾ ഒരു വശത്ത് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഇപ്പുറത്തെ വശം അങ്ങോട്ട് മടക്കുക. ഒറ്റക്കൈ അഭ്യാസമാണേ, ഒരു കയ്യിൽ ക്യാമറയും ഒരു കൈ കൊണ്ടായി ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവുക. അപ്പം ഈ പലഹാരം നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കട്ടൻ ചായയും കൂട്ടി കഴിക്കാം വൈകുന്നേരം 4 മണിക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ.